ലൈവിൽ ഏകദേശം 1.5 മണിക്കൂറായിട്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ചില അപ്ഡേറ്റുകളും അതുപോലെ തന്നെ ചില അഭിപ്രായങ്ങളുമാണ് പറയാനുള്ളത്. അതിനിടയിൽ 1, 2 കാര്യങ്ങൾ കൂടിയുണ്ട്. ആര്യൻ അനുമോളെ ബിച്ചെന്ന് വിളിച്ചു, അനുമോളെ അമ്മയ്ക്ക് വിളിച്ചു, കുറെ തെറികളൊക്കെ വിളിച്ചിട്ടുണ്ട്. തെറ്റാണേ, വളരെ വലിയ തെറ്റാണ്. രണ്ടാമത്തെ കാര്യം, ഈ അനുമോള് ഇതിന് പ്രതികാരമെന്നോണം ഒരു ഒരു വലിയ ആരോപണം ഇവിടെ ഉന്നയിക്കുന്നു. ജിസേലും ആര്യനും പുതപ്പ് മൂടിക്കിടന്ന് കിസ് ചെയ്യുന്നതായിട്ടുള്ള ഒരു ആരോപണമാണ്. ഇവരൊന്നിച്ച് ഫേസ് ടു ഫേസ് കിടക്കുന്നത് 1-2 തവണയാണ് ഞാൻ ആകെ ദിവസങ്ങളിലാണ് കണ്ടിട്ടുള്ളത്. നോർമലി അവർ ഓപ്പോസിറ്റാണ് കിടക്കാറ്. തുടങ്ങിയതും അങ്ങനെയായിരുന്നു. ഒരു ദിവസം, അതായത് അനുമോളുടെ കിറ്റ് കളഞ്ഞു പോയ ദിവസം, അനുമോൾ വന്ന് വിളിച്ചുണർത്തുമ്പോൾ ഇവർ ഒന്നിച്ച് ഫേസ് ടു ഫേസ് കിടക്കായിരുന്നു. പെട്ടെന്ന് എണീറ്റപ്പോൾ ആ ഒരു ക്ലിപ്പ് കാണുന്ന എല്ലാവർക്കും അസ്വാഭാവികത തോന്നാം. പക്ഷെ അതൊരു ഊഹം മാത്രമാണേ. അവർ കിസ് ചെയ്യുന്ന നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഒന്നാമത്തെ കാര്യം. ഈ അനുമോൾ പറയുന്നത് ഇവർ കിസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് എന്നാണ്. ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മസ്താനിയും അതുപോലെ തന്നെ നമ്മുടെ ജിഷേലുമൊക്കെ നിൽക്കുന്നുണ്ട്. ഇതിനകത്തുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, രണ്ടുപേര് കിസ് ചെയ്യുന്നത് പരസ്പരം അവരുടെ ഇഷ്ടപ്രകാരം കിസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു ചുക്കുമില്ല. അത് അവരുടെ ഇഷ്ടമാണ്. സ്കൂൾ പിള്ളേരല്ല, അവർ പ്രായപൂർത്തിയായ രണ്ടുപേരാണ്. ബിഗ് ബോസിന് സൗകര്യം ഉണ്ടെങ്കിൽ അത് ടെലികാസ്റ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ചെയ്യാതിരിക്കാം. അവരുടെ ചോയ്സ് ആണ്. അവർ ചിലപ്പോൾ കിസ് ചെയ്യുമായിരിക്കും, കെട്ടിപ്പിടിക്കുമായിരിക്കും. അത് ചോദ്യം ചെയ്യാൻ അവിടെയുള്ള ഒരു മനുഷ്യനും ഒരു അവകാശമില്ല. ഓക്കെ, ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഇതിനകത്ത്. ഇനി ഇവരത് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവരത് ഇല്ലെന്നാണ് പറയുന്നത്. ഈ പുതപ്പ് തലയിൽ കൂടെ മൂടി രണ്ടുപേര് കിടന്നാലോ, അല്ലെങ്കിൽ പുതപ്പ് രണ്ടുപേരും കൂടെ മൂടി അടുത്തടുത്ത് കിടന്നാലോ ഒക്കെ കാണുന്നവർക്ക് സംശയങ്ങളൊക്കെ തോന്നാം. അത് വൃത്തികെട്ടൊരു സ്വഭാവമാണ്. നമ്മളൊക്കെ ആര് സംശയിച്ചാലും, ഇപ്പം ഞാൻ അങ്ങനെ സംശയിച്ചാലും അതൊരു വൃത്തികെട്ട സ്വഭാവമാണ് അല്ലേ. കാരണം രണ്ടുപേര് അവരെന്ത് ചെയ്യുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ആക്ച്വലി പുതപ്പ് മൂടിയിട്ട് പ്രത്യേകിച്ച്. അപ്പോൾ അവരത് ചെയ്യുന്നില്ല എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ മോശമായതൊന്നും ചെയ്യുന്നില്ല എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ, അതാണ് അതിലെ ശരി. എൻ്റെ അഭിപ്രായം അതാണ്. ഇവിടെ ചിലപ്പോൾ അവർ കിസ് ചെയ്തിട്ടുണ്ടാവാം, ചെയ്തിട്ടില്ലായിരിക്കാം, അതെനിക്ക് അറിഞ്ഞൂടാ. ഇല്ലെന്നാണ് ആര്യനും ജിസേലും പറയുന്നത്. അപ്പോൾ അതിനി അവർ ചെയ്തിട്ടില്ല എന്ന് കരുതുക. അപ്പം എനിക്കത് വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ, അറ്റ്ലീസ്റ്റ് അനുമോള് പറഞ്ഞൊരു ആരോപണം ശരിയാണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഞാനത് കാണണം. ഞാൻ എന്തായാലും ഇവർ കിസ് ചെയ്യുന്നത് കണ്ടിട്ടില്ല. ഇനി ഡേ ടൈമിലാണെങ്കിൽ ഇവർക്കിടയിൽ അങ്ങനെ റൊമാൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലൈംഗികമായ ത്വരയോ ഉള്ളതായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. അവർ വളരെ സോഷ്യലായിട്ട് നിൽക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. ബേസിക്കലി എനിക്ക് ആര്യനെ അത്ര താല്പര്യമേ ഇല്ല. ഉള്ള കാര്യം ഞാൻ പറയാമല്ലോ, ആര്യൻ ഗെയിമറാണ് കേട്ടോ, അടിപൊളി ഗെയിമറാണ്. ബട്ട് എനിക്ക് വലിയ അങ്ങനെ ഭയങ്കര ഇഷ്ടം തോന്നുന്ന ഒരു ക്യാരക്ടറല്ല ആര്യൻ്റെത്. അത് ഞാൻ തുറന്ന് തന്നെ പറയാണ്. അതുപോലെ തന്നെയാണ് ജിസേൽ, നല്ല സ്മാർട്ട് പ്ലെയർ ആണ്. ബട്ട് എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങനെ ഇഷ്ടം തോന്നുന്ന ഒരു പ്ലെയർ അല്ല. ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ റിവ്യൂ പറയുമ്പോൾ പരമാവധി നിഷ്പക്ഷമായിട്ട് പറയാൻ ശ്രമിക്കാറുണ്ട്, ഒരു മനുഷ്യനെ കൊണ്ട് പറ്റും പോലെ. ബട്ട് പേഴ്സണലി എന്നോട് ചോദിച്ചാൽ ഇവരുടെ രണ്ടുപേരുടെ ഗെയിം എനിക്ക് ഭയങ്കര ഇഷ്ടമൊന്നുമില്ല. ബട്ട് എന്നാൽ കൂടി ഞാൻ ഒരു കാര്യം പറയാം. ഇങ്ങനെ ഒരു ആരോപണം അവരുടെ മേൽ നമ്മൾ ഉന്നയിക്കുമ്പോഴേ അത് ഭയങ്കര മോശമാണ്. ഇപ്പോൾ ജിസേല് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ച് പ്രൊവോക്കായി പ്രതികരിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊന്ന് തിരിച്ച് ചിന്തിക്കും. അനുമോള് അവിടെയുള്ളൊരു മെയിൽ കണ്ടസ്റ്റന്റിനെ കിസ് ചെയ്തു എന്ന് ജിസേലാണ് പറഞ്ഞെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക നമുക്ക് ഇമാജിൻ കൂടി ചെയ്യാൻ പറ്റില്ല അല്ലേ. ഈവൻ അനാവശ്യമായിട്ട് റെനയുടെ പേര് അവിടെ വലിച്ചിട്ടപ്പോൾ റെന കിടന്ന് കരഞ്ഞ് വിളിച്ച്, കാരണം അവർക്ക് പുറത്തൊരു ലൈഫ് ഉള്ളതാണ്. ജിസേല് അവരൊരു സ്ത്രീയല്ലേ, അവർക്കും പുറത്തൊരു ജീവിതമൊക്കെ ഉണ്ടല്ലേ. അതുപോലെയാണ് ആര്യൻ. അവൻ കൊച്ചു പയ്യനാണ്, 23 വയസ്സേ ഉള്ള ചെറുക്കൻ, ഇനിയും ജീവിതം കിടക്കുകയാണ് മുമ്പോട്ട്. മനസ്സിലായോ? അവൻ ഗെയിം കളിക്കാൻ വന്നു, ശരിയാണ്. പക്ഷെ ഇങ്ങനെയുള്ളൊരു ആരോപണമൊക്കെ നമ്മൾ ഉന്നയിക്കുന്നത് വളരെ വളരെ ചീപ്പാണ്. ഇന്ന് അവിടെ നടന്ന കാര്യങ്ങളിലൊന്നും ഒരു താല്പര്യവും തോന്നുന്നില്ല. കാരണം ഒന്നും ഞാൻ കണ്ടിട്ടുമില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പറയാം, നമുക്ക് സംശയം തോന്നും കേട്ടോ. ഞാൻ അത് തുറന്നു പറയാം. ലൈവ് കാണുമ്പോൾ ഡൗട്ട് അടിക്കും. അന്ന് അനുമോള് വന്ന് വിളിച്ച ദിവസവും എനിക്കും തോന്നി ഇവരെന്താ ഇന്ന് ഇങ്ങനെ കിടക്കുന്ന, സാധാരണ ഓപ്പോസിറ്റ് കിടന്നവരാണ്. പിന്നെ ഈ പുതപ്പ് മൂടി കിടക്കുന്ന സമയത്ത് കൈയും കാലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അനക്കുമ്പം സ്വാഭാവികമായിട്ട് സംശയിക്കാം. കാരണം സ്ത്രീയും പുരുഷനും അങ്ങനെ അടുത്തടുത്ത് കിടക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെയൊക്കെ ഇടുങ്ങിയ ചിന്താഗതി കൊണ്ടാണ് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് തോന്നുമോ ഇവർ തമ്മിൽ എന്തോ സെറ്റപ്പാണ്, ഇങ്ങനെ തോന്നും. അത് നമ്മുടെ കുഴപ്പമാണ്. നമ്മുടെ സമൂഹം നമ്മളെ അങ്ങനെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നും. കുറച്ചും കൂടെ നമ്മൾ മൈൻഡ് ഓപ്പൺ ആയി ചിന്തിച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. 2 ആണുങ്ങൾ തമ്മിൽ കിടക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നാറില്ലല്ലോ. 2 പെൺപിള്ളേർ അടുത്ത് കിടക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്നില്ലല്ലോ. അതുപോലെ ചിന്തിക്കുന്ന ഒരാണും പെണ്ണും ആയിക്കൂടെ അവര്, അല്ലേ? ഇപ്പോൾ ഒരാണും പെണ്ണും ആയതുകൊണ്ട് അവര് ഓപ്പോസിറ്റ് ജെൻഡർ ആയതുകൊണ്ട് അവർ തമ്മിൽ സെക്ഷൽ അട്രാക്ഷൻ തോന്നണമെന്നില്ല. അതിന്റെ തെളിവല്ലേ നൂറയും ആദിലയും. നൂറയ്ക്കും ആദിലേക്കും അവിടെ ഒരു പുരുഷനോട് ഒരു വികാരവും തോന്നൂല. അവർ പെൺകുട്ടികളല്ലേ. അങ്ങനെയാണെങ്കിൽ അവർക്ക് പുരുഷന്മാരോട് തോന്നണ്ടേ, ഒരു അട്രാക്ഷൻ തോന്നണ്ടേ? അവർക്ക് തോന്നൂലല്ലോ. അതുപോലെ ആയിക്കൂടെ ജിസേലിനും ആര്യന്റെ മനസ്സിലൊരു തേങ്ങയും ഇല്ലെങ്കിലോ? നമ്മൾ ഈ പറഞ്ഞു കൂട്ടുന്നതൊക്കെ വെറുതെ ആയി പോയില്ലേ? എനിക്ക് അനുമോൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഭയങ്കര ഗെയിമറായിട്ടൊന്നും തോന്നിയിട്ടില്ലെങ്കിലും ഇഷ്ടമാണ്. ഓക്കെ ഒരു കണ്ടസ്റ്റന്റ് ആണ്, ആ നിലയ്ക്ക് ഇഷ്ടമാണ്. ജിഷനെ ഇഷ്ടമാണ്. അതുപോലെ മസ്താനിയും വലിയ കുഴപ്പമൊന്നുമില്ലാത്ത ഒരാളാണ്. ഇവരൊക്കെ നമുക്ക് ഇഷ്ടമാണ്. പക്ഷെ എന്ന് പറഞ്ഞ് ഇവർ പറയുന്നതിനകത്ത് എന്തോ
അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ആര്യനും ജിസേലും അവർ ഭയങ്കര നെഗറ്റീവ് ഗെയിം കളിക്കുന്നത് കൊണ്ട് അവരങ്ങനെ ചെയ്ത് കാണും എന്നൊന്നും പറയാൻ എന്തോ എനിക്ക് തോന്നുന്നില്ല. അവരൊന്നിച്ച് കിടന്നത് മലയാളം ബിഗ് ബോസിനകത്ത് ഒരു വലിയ തെറ്റായി പോയെന്ന് മാത്രം ഞാൻ പറയുന്നു. കാരണം മലയാളം ബിഗ് ബോസിനകത്ത് നമ്മൾ മലയാളികൾക്ക് പൊതുവേ അത് ശീലമില്ല. അപരിചിതരായിട്ടുള്ള ഒരാണും പെണ്ണും അടുത്തടുത്ത് കിടന്നാൽ എന്തൊക്കെയോ സംഭവിച്ചു പോകുന്നതാണ് നമ്മളൊക്കെ വിചാരിച്ചു വെക്കുന്നത്. അങ്ങനെ സംഭവിക്കില്ല എന്ന മൈൻഡ് സെറ്റ് ഉറപ്പുള്ള അത്രയും ഉറച്ച മനസ്സുള്ള ഒരാണും പെണ്ണുമാണ് അവരടുത്തടുത്ത് കിടന്നാൽ ഒരു ചുക്ക് സംഭവിക്കൂല. ഇനി ഈവൻ അവരൊന്ന് കെട്ടിപ്പിടിച്ചാൽ ഞാനും കളിയാക്കാറുണ്ട്, ജിസേലിനെ കെട്ടിപ്പിടിച്ച് കിടന്നാലേ ആര്യൻ ഉറക്കം വരൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കളിയാക്കുന്ന ആളാ. അതൊരു തമാശയായിട്ടേ ഞാൻ പറയാറുള്ളൂ. പക്ഷെ അതൊന്നും വേറൊരു അർത്ഥത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ സോഷ്യലായിട്ട് ഇടപെടുന്ന രണ്ടുപേരാണെങ്കിലോ നമ്മൾ അവരെ ഈ ക്രൂശിക്കുന്നത് എത്ര വലിയ തെറ്റാണെന്ന് ആലോചിച്ച് നോക്കൂ. അത് അനുമോൾ ഇത് പറഞ്ഞത് വേണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. വൈൽഡ് കാർഡായിട്ട് വന്ന ജിഷനാണെങ്കിലും നമ്മുടെ മസ്താനി ആണെങ്കിലും ഈ കമന്റുകളിലും പോസ്റ്റുകളിലും ഒക്കെ ആൾക്കാർ പലത് എഴുതി വെക്കുവേ. അതൊക്കെ ഓരോരുത്തരുടെ തോന്നലുകളാണ്. ആ തോന്നലുകളല്ല നമ്മളിവിടെ കാണിക്കേണ്ടത്. ഇത് കൈന്ന് പോകുന്ന കേസാണ്. എനിക്ക് തോന്നുന്നു ഇത് അനുമോൾക്കും ഈ വാദം ഉന്നയിച്ച എല്ലാവർക്കും അവർക്ക് ഒരു ബൂമറാങ്ക് പോലെ തിരിച്ചടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് ബാക്ക് ഫെയർ ചെയ്യും. കാരണം ഇത്രയും ക്യാമറ അവിടെ ഇരിക്കുകയാണ്. ബിഗ് ബോസും ലാലേട്ടനും വന്ന് പറയാണ് ഒരു തേങ്ങ അവിടെ ഇല്ലാന്ന് പറഞ്ഞാൽ ഇവരുടെ സകല എണ്ണത്തിന്റെ ആപ്പീസ് കൂട്ടി പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഒരു സാധാരണ മനുഷ്യനായിട്ട് ചിന്തിക്കുന്ന എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇവിടെ ആര്യന്റെയും അതുപോലെ തന്നെ ജിസേലിന്റെ ഭാഗത്ത് പ്രത്യക്ഷത്തിൽ തെറ്റുകളൊന്നും ഞാൻ കാണുന്നില്ല. അവർ ഒന്നിച്ച് കിടക്കുന്നു, പുതപ്പ് മൂടി കിടക്കുന്നു എന്നൊക്കെ ശരിയാണ്. ബട്ട് കിസ് ചെയ്തു എന്നൊക്കെ പറയുന്നത് നമ്മൾ കാണാത്തടത്തോളം കാലം അത് ഒരു ആരോപണം മാത്രമാണ്. ബേസ്ലെസ് ആയിട്ടുള്ള ഒരു ആരോപണം മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തെ കാര്യം, ഇനി അവർ കിസ് ചെയ്തു എന്ന് കരുതുക, അത് ചോദ്യം ചെയ്യാൻ അനുമോൾക്കെന്നല്ല അവിടെ ഉള്ള ഒരു മനുഷ്യനും ഒരു റൈറ്റും ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് കുട്ടികൾ കാണുന്ന ഷോ ആണെന്നുള്ളത് ബിഗ് ബോസിന് അറിയാം. ടെലികാസ്റ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് അവർക്ക് തീരുമാനിക്കാം. അത് വേണമെങ്കിൽ അവർ ചെയ്തോട്ടെ. രണ്ട് അഡൾട്ടായിട്ടുള്ള ആൾക്കാർ ഒരു വീട്ടിൽ ഒന്നിച്ച് താമസിക്കുമ്പോൾ അവർക്ക് കിസ് ചെയ്യണമെന്ന് തോന്നി അവർ ചെയ്യട്ടെന്നേ. അവർ പരസ്പരം പ്രണയിക്കുന്നവരാണെങ്കിൽ അവർ ചെയ്യില്ലേ, അത് അവരുടെ ഇഷ്ടമാണ്. ബിഗ് ബോസിന് വേണമെങ്കിൽ ടെലികാസ്റ്റ് ചെയ്യണോ വേണ്ടോ എന്ന് തീരുമാനിക്കാം അല്ലേ. പക്ഷെ ഇവിടെ ആര്യനും അതുപോലെ ജിസേലും ഉറപ്പിച്ചു പറയുന്നു അവർക്കിടയിൽ അങ്ങനെ ഒന്നില്ല എന്ന്. തൽക്കാലം അത് വിശ്വാസത്തിലെടുക്കാനാണ് എനിക്ക് താല്പര്യം. അവിടെ അനുമോൾ എന്ത് വിചാരിക്കുന്നു, ഷാനവാസ് എന്ത് വിചാരിക്കുന്നു, ആ വിചാരങ്ങൾക്കൊന്നും ഇവിടെ ഒരു പ്രസക്തിയില്ല. ഓക്കെ, നമ്മുടെ തോന്നലുകൾ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ നമുക്ക് റൈറ്റ് ഇല്ല. അതിപ്പോൾ അനുമോൾ എന്നല്ല ആര് പറഞ്ഞാലും നമുക്ക് റൈറ്റ് ഇല്ല. ഓക്കെ, നമ്മൾ നമ്മുടെ സംശയങ്ങൾക്ക് എന്താണ് അത് ആർക്കെതിരെ ഉന്നയിച്ചൂടെ? നോക്കൂ, ഇപ്പൊ അനുമോളും പിന്നെ ഈ പറയുന്ന ഒരു മെയിൽ കണ്ടസ്റ്റന്റും അടുത്തടുത്തിരുന്നാൽ ഇവർക്ക് സംശയിച്ചൂടെ തിരിച്ച്? ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ, ഈ ഒരു സാധനം ആര്യൻ അനുമോൾക്കെതിരെയാണ് എടുത്തിട്ടെങ്കിലോ സഹിക്കാൻ പറ്റുമോ ആ കുട്ടിക്ക്? ഇല്ലല്ലോ. അവരവിടെ എന്ത് ബഹളം ഉണ്ടാക്കിയേനെ, ബിഗ് ബോസിന് തീയിട്ടേനെ. സോ എനിക്ക് തോന്നുന്നൊരു കാര്യം, ഇത് ജിസയിൽ കുറച്ച് മോഡേൺ ആയിട്ട് ഡ്രസ്സ് ധരിക്കുന്ന ആളാണ്, കുറച്ച് മോഡലായിട്ടുള്ള ഒരാളാണ്. അപ്പം അതുകൊണ്ട് അവരിങ്ങനത്തെ ഒരു സ്ത്രീ ആയിരിക്കും, അവരെന്തിനും വഴങ്ങിക്കൊടുക്കുന്ന ഒരാളാണ്, കണ്ണി കണ്ട ഒരു ചെറുക്കിന് പോയിട്ട് ഉമ്മ കൊടുക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. അങ്ങനെ ഒന്നും നമുക്കൊരാളെയും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ ആരുടെയും കണ്ണിൽ നമ്മൾ കാണാത്തൊരു കാര്യം അതൊന്ന്. രണ്ട്, അവരത് ചെയ്താൽ പോലും ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള റൈറ്റ് ഇല്ലെന്നാണ് ഞാൻ പറയുന്നത്. അതായത് ഈ പറയുന്ന അനു പറയുന്ന ഇനി സത്യമാണെങ്കിൽ പോലും ചോദ്യം ചെയ്യാനുള്ള റൈറ്റ് അനുവിനില്ല. അപ്പോൾ പിന്നെ കള്ളമായ ഒരു കാര്യം പറഞ്ഞു വരുത്തുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതെന്തായാലും വീക്കെൻഡ് എപ്പിസോഡിൽ നമുക്ക് നോക്കാം. ഞാനിത് എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. ഇത് പ്രൂവ് ചെയ്യേണ്ടത് ഇനിയിപ്പോൾ ലാലേട്ടനും ബിഗ് ബോസും ആണ്, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ട്, ഈ സാധനം ഇനി പ്രൂവ് ചെയ്താലും ഇവരെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. അവർ പ്രായപൂർത്തിയായ രണ്ടുപേരാണ്. അപ്പോൾ ഈ ഒരു വിഷയം എടുത്തിട്ടത് ചിന്തിക്കാതെയാണ് ഇവരെടുത്തിട്ടത്. അനുമോളും നമ്മുടെ ജിഷനും അതുപോലെ പ്രവീണും ടീമുകളും ഒക്കെ അനാവശ്യമായിട്ട് എടുത്തിട്ടൊരു വിഷയമാണ്. ഇത് ഇവർക്ക് തന്നെ പണിയാക്കാൻ പോവാണ്. ഇക്കാര്യത്തിൽ ഞാൻ അക്ബർ പറയുന്നതിനൊപ്പമാണ്, ഇക്കാര്യത്തിൽ ഞാൻ ഒണിയിൽ പറയുന്നതിനൊപ്പമാണ്. നമുക്ക് അങ്ങനെ അങ്ങ് ഈ കാര്യത്തിൽ നമ്മുടെ ആര്യനെയും ജിസേലിനെയും കുറ്റം പറയാൻ പറ്റില്ല. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.